ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്കൊക്കെ പറയാൻ പോകുന്ന ഒരു പുതിയ കഥയാണ്. അത്യാഗ്രഹം ആപത്ത്. ഒരിടത്ത് കുറച്ച് പാവം കുടുംബം ഉണ്ടായിരുന്നു. പാവം കുടുംബത്തിന് ഒരു അമ്മയും 3 മക്കളും ഉണ്ടായിരുന്നു. അമ്മ എപ്പം വർക്ക് ചെയ്യുമായിരുന്നു. ആദ്യത്തെ മകനും 3ാമത്തെ മകനും നല്ല അത്യാഗ്രഹമില്ലാത്ത മനുഷ്യരാണ്. പക്ഷെ 2ാമത്തെ മകൻ നല്ല അത്യാഗ്രഹമുള്ള മനുഷ്യരായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ അവർക്ക് പാവങ്ങളായത് കൊണ്ട് അമ്മ പറഞ്ഞു, നിങ്ങൾ ഈ പശു പാല് കറക്കി വെണ്ണയാക്കി ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് വിറ്റിട്ട് വാ. അവിടെ പാവങ്ങൾക്കും വിൽക്കണം, പൈസക്കാർക്കും വിൽക്കണം. അപ്പോൾ 3 മക്കളും അവരെ കുതിരപ്പുറത്ത് കയറിയിട്ട് അവർ ഗുരുവായൂർ അമ്പലത്തിലെത്തി. അവിടെ അവർ കണ്ടിരുന്നത് എന്തായിരുന്നു എന്നറിയോ? കുറേ മനുഷ്യരെ നിൽക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലവും തുറന്നിട്ടുണ്ട്. അവർ ഓടിപ്പോയി. 1ാമത്തെ മകൻ എന്ത് ചെയ്തു? 1ാമത്തെ മകൻ ആ ഭക്ഷണം ദൈവത്തിന് കൊടുത്തു. അവന് ദൈവഭക്തി ഉള്ളത് കൊണ്ട്. 2ാമത്തെ മകൻ ഒരു അത്യാഗ്രഹി ആയതുകൊണ്ട് അവൻ അത് വിൽക്കാൻ തീരുമാനിച്ചു. പൈസക്കാരോടായിരുന്നു. പക്ഷേ 3ാമത്തെ മോൻ ഒരു പാവായിരുന്നു. 2ാമത്തെ മോനെ പോലെ അത്യാഗ്രഹിയുമായിരുന്നില്ല. മോൻ പോയിട്ട് കുറച്ച് വെണ്ണ കഷ്ണങ്ങൾ പാവങ്ങൾക്ക് കൊടുത്തു. അവൻ പൈസയ്ക്ക് വേണ്ടി പറഞ്ഞേ ഇല്ല. പിന്നീട് അവർ തിരിച്ചു വന്നു. ഭഗവാനോട് ഭക്തി കാണിച്ചിരുന്ന ആദ്യത്തെ പുത്രന് അമ്മ വഴക്ക് പറഞ്ഞു. പിന്നെ 3ാമത്തെ പുത്രന്, നിങ്ങൾക്കെന്താ പണം കിട്ടാത്തത്? നിങ്ങൾ പണമായിട്ട് വരണ്ടേ? അമ്മയുടെ ആ മുന്നറിയിപ്പ് കണ്ടതും 2ാമത്തെ മോൻ ചിരിച്ചു. ബിക്കോസ് 2ാമത്തെ മോൻ പണമായിട്ട് വന്നത് കണ്ടപ്പോൾ അമ്മക്ക് ചിരി വന്നു. പക്ഷെ ദൈവം അവിടെ അപ്രത്യക്ഷനായി പറയുകയാണ്, 2ാമത്തെ മകന് നീ അടിച്ചോ, പക്ഷെ ആദ്യത്തെ മകനെയും 3ാമത്തെ മകനെയും നീ അടിക്കരുത്. അവർ നല്ല കാര്യങ്ങളാണ് ചെയ്തത്. 1ാമത്തെ മകൻ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ വിശന്നിരിക്കുകയായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ. എനിക്ക് വിശപ്പോടെ ഇരിക്കുന്ന സമയത്തു ആണ് അവൻ എനിക്ക് നല്ല ഭക്ഷണങ്ങൾ തന്നിരുന്നത്. അവൻ ആർക്കും ചീത്ത പറയാൻ കഴിയുകയില്ല. പക്ഷേ 3ാമത്തെ മോനും നല്ല കാര്യം ചെയ്തു. ഓൻ വിൽക്കല്ല ചെയ്തിരുന്നത്, പാവങ്ങൾക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും ഓൻ പൈസയ്ക്ക് വേണ്ടി വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൻ നല്ലൊരു സഹായിയാണ്. അതുകൊണ്ട് നീ 2ാമത്തെ മോനെ ചീത്ത പറഞ്ഞു. ഞാൻ ആദ്യത്തെ മോനെയും 3ാമത്തെ മോനെയും സ്വർഗ്ഗലോകത്തേക്കാക്കട്ടെ. അവൻ നല്ലൊരു വീടും ഉണ്ടാവട്ടെ എന്ന് ഞാൻ അവനെ അനുഗ്രഹിച്ചു. അമ്മ 2ാമത്തെ മോൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് 1ാമത്തെ മകനും അത് കൊടുത്തു. 1ാമത്തെ മകനും ഉത്സാഹത്തോടെ ചാടി. അവർക്ക് ഇത് കിട്ടിയതിന് അവർ സന്തോഷത്തോടെ ഇരിക്കുകയായി. ആ സന്തോഷത്തോടെ ഇരിപ്പിന് അവർ ദേവലോകത്തേക്ക് പോയി. അവർ ദേവലോകത്തെ മനുഷ്യരായി മാറി. കുറച്ചു കഴിഞ്ഞതും ദേവലോകത്തുള്ള അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. കഥ അവതരിപ്പിച്ചത് ആരാധനാണ്. നന്നായിട്ട് ലൈക്കുകൾ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ഹാപ്പി വെക്കേഷൻ. ഈ മോറൽസ് ഒക്കെ കേട്ട് സ്കൂളിൽ പോയിട്ട് നല്ല കുട്ടികളായിട്ടിരിക്കണം. അല്ലാതെ സ്കൂളിൽ പോയിട്ട് വികൃത കുട്ടികളായിരിക്കരുത് മക്കളെ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് അങ്ങനെ പറയുന്നത്, കേരളത്തിലെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ല കുട്ടികളായിട്ട് സ്കൂളിലേക്ക് പോവുക. നല്ല കുട്ടികളായിട്ട് സ്കൂളിൽ പോയിട്ട് ഏട്ടൻ ഒരു സമ്മാനം തരുന്നുണ്ട് കേട്ടോ. ഇത് സീക്രട്ടാണ്. ഓക്കെ ഗായ്സ്, ബൈ.